ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേതു സർവവിഘ്നോപശാന്തേ. ഇത്തം മഹത്തുക്കളെല്ലാം യഥാക്രമം ശത്രുപ്രഹാരങ്ങളെ കൊടുത്തിടിനാര്. അത്യാദരേണ മൃത്യുവിനും കേവലം ദേവഗന്ധർവസംഘം മുതാ പാടിനാർ. ദേവകൾ അപ്സര സ്ത്രീകൾ ആടിയിടിനാർ. ദേവവാദ്യങ്ങളും ഘോഷിച്ചിതേറ്റവും പുഷ്പവർഷം ചെയ്താർ സിദ്ധസമൂഹവും. തൽക്ഷണം സുതാദികളാൽ സുതിപ്പതങ്ങ് അക്കാലം അപവൃത്തു കേട്ടു ചൊല്ലിയിടിന. നിങ്ങളെന്തിനായി ഇവിടെ ഗുണങ്ങൾ ഒന്നുമില്ലാതവനെ സ്തുതിച്ചിടുന്നു. തങ്ങൾ ഗുണപ്രസിദ്ധന്മാരതാകിലും എങ്ങും സ്തുതിപ്പിക്കുമാറില്ലവർകളും. ഞാനോ ഗുണരഹിതൻ തുലോ അന്യകം നൂനം പ്രസിദ്ധനായി പുകഴാവിതു. ഏവം മൃദുവചനേന വന്നിച്ചവരേവരും നിന്നതു കണ്ട് മുനികളാല് പ്രേരിതരായി സ്തുതിച്ചാർ മുതിർന്നേറ്റവും. പൂരിതൈശ്വര്യ പ്രസിദ്ധ ഗുണൈരലം തൽക്ഷണേ തൽസ്തുതി പാടകന്മാർ മുതലൊക്കെ പ്രകൃതി കൃത്യാദികൾക്കും പരം വിദ്രുത് പ്രകൃതികൾക്കും മുഹുരങ്ങു നിർജ്ജരാത്യാഖിലവർണികൾക്കും ധ്രുവം സർവാർത്ഥ സമൃദ്ധികളും കൊടുത്തു ഉർവരാധീശൻ കൃപയായി വിളങ്ങിനാൻ. സർവഗുണാലയനാ നൃപനിങ്ങനെ പാലകനായിരിക്കും വിധവും. സർവഗുണാലയനാ നൃപനിങ്ങനെ സർവൈകപാലകനായിരിക്കും വിധവും. സർവരും അന്നമർദ്ദിച്ചു കൊണ്ടിടിനാർ. സർവം സഹാവരനും വിചാരിച്ചുടൻ ഭൂമിയോടർത്തിച്ചതിന്നു ദരിദ്രിയും. താമസിച്ചങ്ങു കാട്ടാഞ്ഞതു കാരണം നിങ്കൽ മറഞ്ഞു ലയിക്കുന്ന മഞ്ഞങ്കലമ്പോടു നീ തന്നതില്ലെങ്കിലോ സങ്കടം തീരുകയില്ല പ്രജകൾക്ക്. സങ്കടത്തിൽ കൃപയില്ലാത്ത നിന്നെ ഞാൻ ബാധിപ്പതെന്നും മടിക്കയില്ലെന്നതി. ക്രോധിച്ചു വില്ലും കുഴിയെ കുലച്ചുടൻ വേഗാലൊരു ശരവും തൊടുത്ത് ആശുതാൻ ഗംഭീരത്തോടുകൂടെ അടുക്കുമ്പോൾ പേടി കലർന്നു പശുവേഷമായി ചമഞ്ഞോടിത്തുടങ്ങിനാളടൽ പൂണ്ടുർവിയും. കൂടെ തുടർന്നു പിന്നാലെ നൃപതിയും. കൂടെ എത്തിയിടിനാനോടിയോടി ദ്രുതം പാടേ പരക്കെ പല ദിശിങ്കലും. ഓടിത്തളർന്നോരാധാരമില്ലാഞ്ഞവൾ പിന്നെ മൃത്യുവിനെ തന്നെ നമസ്കരിച്ച് അന്യോന്യ വേഗേന ചൊല്ലിയിടിനാൾ. മന്നവാ സർവധർമ്മജ്ഞനാം നീ ജഗത്തിന്നു ഗുണങ്ങൾ വരുത്തുവാനല്ലയോ വന്നവതീർണനായുള്ള കൃപാലുവാകുന്ന ഭവാനിങ്ങപരാധമെന്നിയെ നിന്നോരഗതിയായേറ്റം ഉഴന്നോരു
ധന്യാഭവാനൊഴിഞ്ഞ് ഇല്ലോരാധാരവും എന്തോരപരാധമെങ്കൽ അമ്മാറുകണ്ട് അന്തരേമാം വധിച്ചിടുവാനോർക്കുന്നു. ചിന്തിക്കലെങ്കിലൊഴിഞ്ഞവിടത്തിൽ വെച്ചു രക്ഷിച്ചുകൊള്ളുന്നു. പാതാളെ മറച്ചെന്നു വന്നാലധികം സഹിയാതെ വലഞ്ഞുഴഞ്ഞിടിനാരേവരും കുണ്ടതവാനവരും മുനിമാരും അതു പരിപാലിച്ച് ധർമ്മത്തെ നടത്തുവാൻ കൂടി നിരൂപിച്ചു കരഞ്ഞ് സമാധായങ്ങളാലെടുത്തു നാനാവിധം ധർമ്മനീതികൾ ചൊന്നത് അജ്ഞാനിതാനാദരിച്ചിലവൾത്തേതുമേ കോപം ചിരിച്ചു ഋഷിമാർ മഹാപാപിയേനും താപേനകാരയുന്നവതം ചെയ്തു പോയാൽ പുനരവരാശ്രമോറുമതിനെ ആയതലോജയായ സുനീതയവനെല്ലാവർക്കും മാശ്രയമാനായവൻ തന്നെ വിദ്യാബലാൽ ധീരതയാബദ കാലമൊരു സങ്കടം അത്യർത്ഥമായി കടഞ്ഞരവൻ തല്ലുട തദൈവ കറുത്തുറിയൊരു തൻ പുരുഷന്മാരെ തൊഴുതു ഞാനി ഇപ്പോൾ ഇനി എന്തു വേണ്ടതെന്നിങ്ങനെ ചോദിച്ച കാലനഞ്ചസ വാദിച്ചതമ്മുനിമാരതു കാരണം പാരിൽ നിഷാദനായി വന്നാൽ അവനുടെ പാരമ്പര്യം നിഷധാന്യമായതു പിന്നെ മുനികൾ കരങ്ങൾ രണ്ടും കടയുന്ന കാലം ഭവിച്ചു മിഥുനം വളർന്നതി എന്നത് കണ്ടു അരുൾ ചെയ്ത മുനികളും ഇന്നിവൻ വിഷ്ണു തന്നംശാവതാരമാശ്രയമായുള്ളവളിന്ദിര തന്നരുൾ ചെയ്ത വണ്ണമല്ലാതെയായിരുന്നു സന്തതം കീർത്തി വളർത്തുവാനാളായതും കൊണ്ട് മറ്റെന്നാതിസമ്പൽസമൃത്തിവെന്നതിക്കാതിമാലാർക്കും മതിമൊഴി വളർത്തി സുജനാരായി എന്നരുൾ ചെയ്തു യജ്ഞാദികർമ്മങ്ങളൊക്കെ സുരാദികളെല്ലാം പ്രശംസിച്ചു തൽക്കാരണാലൊഴിഞ്ഞുകവിർപ്പാടപ്പോൾ പോയ ധർമ്മസ്ഥിതി ചേർത്തുടൻ ആസ്തയാ സംപ്രീതി നീളെ നടംകരിച്ചിടിനേ പാർത്ഥിവസ്ഥാനം പരിചോട് പൂർണ്ണമായി ആർത്തി ഒഴിച്ച് പ്രപഞ്ചരമാർത്ഥമായി മൂർത്തികൾ മൂവരും നീയറിഞ്ഞിത്തമെല്ലാം ഉപായങ്ങളാല് മായ ഒഴിഞ്ഞു കൈകൊള്ളമാത്രയാവുന്നേലിലിടിനാൻ പോലെ നടത്തിയിരുത്തുക പാടാഴ്ചമയാതെ ധർമ്മനിത്യാചിരം ഭൂമിതൻ വാക്കുകൾ ഇങ്ങനെ കേട്ടുടൻ ഭൂമീശ്വരനാം പൃഥുവത മനുഷ്യർക്കാര്യനായിടും മനുവിനെ താനൊരു വത്സമാക്കിക്കൊണ്ടു തൻ കയ്യിൽ മോദം കലർന്നു ഔഷധികളൊക്കവേ സാദരം ചെമ്മാരതി കറന്നുകൊണ്ടിടിനാരായണൻ പരൻ കേവലമെന്നതു കണ്ടു മറ്റുള്ളവർ ഏവരും തത്തതുപകൃതാർത്ഥങ്ങളെ ക്രോധങ്ങളായി പ്രധാനന്മാരെയും ചേർത്ത് നൂതനമായി വാഗീശവത്സമായോജ്യ ഋഷിമാർ കറന്നാരിന്ദ്രിയങ്ങളിൽ ചന്ദാസി ദേവകളിന്ദ്രനെ വത്സമാക്കി സുധാ ആവിർമുദ കറന്നാർ സുവർണീകൃതേ വാജേന ദാനവൻ പ്രഹ്ലാദനാലയോ വാജേന മദ്യം കറന്നുകൊണ്ടിടിനാർ ഗന്ധർവന്മാരഹോ വിശ്വാവസുവിനെ ബന്ധിച്ചുടൻ കറന്നിടിനാർ ഗന്ധർവം
പങ്കേരുകേയര്യണ്ണ പിന്നെ പിതൃക്കളും മൺകലം പച്ചയിൽ കവ്യം കറന്നിതു സിദ്ധന്മാർ കപിലാചാര്യനെ ചേർത്തും നിർത്തിക്കറന്നുകേ കൽപ്പനാസിദ്ധിയും മായാവികൾ മയനാൽ അന്തർദാനവും മായാമയം കറന്നാരകോ മായയിൽ പ്രേതപിശാചഭൂതങ്ങൾ ഭൂതേശനെ ബോധമായി കൊണ്ടുമുണ്ടേന വിരക്തവും സർവനാഗങ്ങളും തക്ഷകനാൽ വിഷം തൽപ്രകാരേണയാ വംശവു പശുക്കളും ഗോവൃക്ഷത്താൽ കറന്നാർവടം വത്സമായി ഏവം പയസ്സു കറന്നു തരുക്കളും പർവ്വതങ്ങൾ തുഷാരാത്രി വത്സേന തത് സർവധാതുക്കളെയും കറന്നീടിനാർ ഏവമെല്ലാവരും തത്സ്വജാതിയിൽ ഏവം പ്രധാനമെന്നാൽ അവ തന്നെയും ബോധമായി തത്വദുചിതപാത്രങ്ങളിൽ ഏതേതു വേണ്ടതെല്ലാം കറന്നിടിനാർ ഇങ്ങനെ സർവരും തങ്ങൾക്കു വേണ്ടുന്നതങ്ങു കറന്നു കൊണ്ടൊരു ശേഷം തഥാ പിന്നെ ദരിദ്രിയെ ആശ്വസിപ്പിച്ചുടൻ മുന്നമിരുന്ന വണ്ണം വസിപ്പിച്ചു താന് കുന്നും മലയും കുഴിയും മുഴകളും ഒന്നുപോലെ നിരത്തി ചമച്ചിടുവാന് തന്നോട് വില്ലും ധരിച്ചു കൊണ്ടങ്ങുമേ മന്നവനാകന്ത നീളെ നടന്നുടൻ ചെമ്മേഗിരികുട വൃന്ദങ്ങളൊക്കെയും അമ്മാനവേന്ദ്രൻ ധനുഷ്പദാഗ്രേണ താന് കുത്തിത്തകർത്തു പൊടിച്ചു നിരത്തിനാന് ഒത്തൊരുമിച്ചു നിരന്നിതു ധാത്രിയും മിക്കതും വന്നതു കണ്ടു മുതിർന്നുടൻ ഒക്കെ കൊടുത്താനവരവർക്കായി മുതാ സസ്യസമ്പൂർണമായി വന്നിതു ധാത്രിയും തസ്യദാസൈവഹിതയാനനുദിനം വർദ്ധിച്ചിത് വൃത്തിവീശഗുണങ്ങളാൽ നിത്യം സുഖം പൂണ്ടിതൊക്കെ പ്രജകളും അങ്ങനെ ചെല്ലുന്ന കാലം നരവരൻ അങ്ങോരു വാജിമേധത്തിനായി കൊണ്ടുടൻ കോപ്പിട്ടു ദീക്ഷവോ കമ്പോടു സമ്പ്രതി താൽപര്യമോടു യജിച്ചു തുടങ്ങിനാന് യജ്ഞസമ്പൂർണ സമൃദ്ധി കണ്ടതും നിർജരേന്ദ്രൻ പരിചോടടുക്കും വിധൗ തൽപദഭ്രംശം വരുമെന്ന ശങ്കയായി വിഘ്നമിതിന്നു വരുത്താവതങ്ങനെ വിദ്രുതമിങ്ങെനിക്കെന്നു ചിന്തിച്ചവൻ ഉൾത്താരിലമ്മാറു കൽപ്പിച്ചു സാമ്പ്രതം യജ്ഞപശുവിനെ കട്ടുകൊണ്ടിടിനാൻ അജ്ഞാനിയാം അമരേന്ദ്രനും അക്ഷണം കാട്ടിക്കൊടുത്തിതത്രയും അപ്പോഴ് ആട്ടേ അടുത്താനുടൻ വൃത്തുപുത്രനും വില്ലങ്കുഴിയെ കുലച്ചോരു സായകം വല്ലവമുൾക്കൊണ്ടടുത്തടുത്താനവൻ നില്ലെന്നു പറഞ്ഞങ്ങവനെയും ചെല്ലുന്നതാകന്ത കണ്ടമരേന്ദ്രനും പാഷണ്ഡവേഷം ധരിച്ചുകൊണ്ടിടിനാൻ വേഷമതുപത കണ്ടു നൃപാത്മജൻ കൊല്ലാതെ മെല്ലെ വാങ്ങിയിടിനാൻ കൂടവേ ചെല്ലുന്നതത്ര ചൊല്ലാലവൻ പിന്നെയും വല്ലാതെ കോപിച്ചു ചെല്ലുന്നളവു താന് അല്ലൽ മുഴുത്തു പേടിച്ചു കുതിരയും വിട്ടുകളഞ്ഞു മറഞ്ഞു മണ്ടിടിനാൻ പെട്ടെന്നതു കണ്ടു ഭൂപതീ പുത്രനും അശ്വമതിനെയും കൊണ്ടിങ്ങു പോന്നു താന് അച്ഛൻ്റെ മുമ്പിലാക്കി തൊഴുതിടിനാന് ഹരേ നാരായണ. അടുത്ത ഭാഗം നാളെ.